ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കോത്തഗിരിയിലെ മൂന്നാമത്തെ ദിവസം, അതായത് ലാസ്റ്റ് ഡേ ആണ്. 11:30 ഇപ്പോൾ ചെക്കൗട്ടാണ്. ഓൾമോസ്റ്റ് ആയി ടൈം. പാക്കിംഗ് എല്ലാം ആയി, കാറിൽ കയറ്റുക ലഗേജൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ നമ്മുടെ കൊച്ചിയിലേക്ക്. അങ്ങനെ നമ്മൾ ഗരുഡ പാർക്കിനോട് ബൈ ബൈ പറഞ്ഞ് കോത്തഗിരിയിൽ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ 1 അവർ അല്ലെങ്കിൽ ടീ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. പിന്നെ ഞാൻ ടീയും കോഫിയും കുടിക്കാറില്ല. അപ്പോൾ ഒരു ലെമൺ ജ്യൂസ് പറഞ്ഞു. പക്ഷെ ഉപ്പ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെ അവിടെ അതേപോലെ വെക്കുക, അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ കുടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ വെച്ചു. ഇല്ല കേട്ടോ, അവരതിൻ്റെ ബില്ലിൽ അത് ആഡ് ചെയ്തിരുന്നില്ല. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ കണ്ടു, ഭയങ്കര ഹൈറ്റിൽ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ് കേട്ടോ. ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഈ കോർണറിൽ കണ്ട ഒരു ലേക്ക്, ഒരു തടാകം വരുന്നത്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഏതോ ഒരു ടൗൺ ഏരിയ വരുന്നതാണെന്ന് തോന്നുന്നു. കുട്ടി കുട്ടി ബിൽഡിങ്ങുകൾ, ഇത് രസമറിയാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് വന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ കോത്തഗിരി ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ. അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഇഷ്യൂ ആട്ടോ. അപ്പോൾ ഇതുണ്ടോ, അവർ ഈ സൈഡ് വശം നമ്മുടെ കോൺക്രീറ്റ് ഇല്ലേ, അത് ഇട്ടിങ്ങനെ മറ ആക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് 2 സൈഡും ബ്ലോക്ക് ആയിരുന്നു. തുറക്കാൻ പറയുന്ന അയ്യോ തുറക്കുന്ന ഇത് വിട്ടിട്ടുണ്ട്. അത് ഉള്ള വന്നിടുവാങ്കൾ, അതാ പ്രശ്നമില്ല. കുറച്ച് ഇതാക്ക്. அவ்வளவுதாடா முடிச்சு, நீ எங்க இருக்க? അങ്ങനെ കുരങ്ങന്മാർക്കെല്ലാം ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു കേട്ടോ. അങ്ങനെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാ. ആൻറ്റി നമുക്ക് ടൊമാറ്റോ റൈസും, ഞാൻ കേർഡ് റൈസ്. കാരണം എന്തോ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, വേറൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഏട്ടൻ നമ്മുടെ വെജ് കൊത്തു പൊറോട്ട, അങ്കിള് ചപ്പാത്തിയും ഗ്രേവി. ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ യാത്ര തുടർന്നു. എനിക്കുണ്ടല്ലോ പ്രത്യേകിച്ച് എവിടെയെങ്കിലും നിർത്തണം എന്നൊന്നുമില്ല. നമ്മുടെ ഈ സൈഡ് വ്യൂ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. നോക്കിയാൽ ആ മലയും നമ്മുടെ ആ കാർമേഘം രസമല്ല ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഈ മല ഞാൻ മാക്സിമം സൂം ചെയ്യാം. ഇതിൻ്റെ ടോപ്പിലൊരു അമ്പലമുണ്ട്. അതിലേക്ക് ഇങ്ങനെ കയറിപ്പോവാൻ ഇങ്ങനെ വഴി കണ്ടോ, പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന പോലെ, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ നമ്മൾ യാത്ര ഓടുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. കൊച്ചി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര മഴയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അതിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ഇനി നമ്മുടെ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അറിയാം, കേരളത്തിലേക്ക് കിടക്കുമ്പോൾ അറിയാം എത്രത്തോളം മഴയുണ്ടെന്ന്. അയ്യോ, പറഞ്ഞ പോലെ തന്നെ ആട്ടോ, നമ്മുടെ കേരളം എത്തി പേര് മഴയും തുടങ്ങി. ഭയങ്കര മഴയാട്ടോ. കണ്ടോ ഈ ദൂരം കാണുന്നത് നമ്മുടെ കുതിരയാൻ ടണലാട്ടോ. എൻട്രി ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ പോകാൻ. എത്ര പ്രാവശ്യം പോലെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ആകുമ്പോൾ കുറച്ച് അധികം ഇഷ്ടമാട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളും ഡാർക്കിൽ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. ഇത് 1 കിലോമീറ്ററും 600 മീറ്റേഴ്സും ആണ് ആക്ച്വലി ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എക്സിറ്റ് ആയി കേട്ടോ. നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞു, ആലുവ എത്താനായി. ഇനി ഒരു മാക്സിമം 1 അവറിൽ എത്തും. നമ്മൾ അന്ന് അങ്കിൾ ആൻറ്റിക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 1947. അവരവിടെ ആക്കി ലഗേജ് എല്ലാം ഇറക്കിയിട്ട് പിന്നെ അവിടെ നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ ഫ്ലാറ്റിലേക്ക്. നേരെ ഫ്ലാറ്റിൽ പോവും, റെസ്റ്റ് എടുക്കും. മടുത്തു എല്ലാവരും. ഇപ്പം അങ്കിളും ദിനും ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഞാനും ആൻറ്റി പോയില്ല.
ഇതേ ഹോട്ടലിലെ സെക്യൂരിറ്റി ചേട്ടനാട്ടോ, ഇതിനും സെക്യൂരിറ്റി ചേട്ടനും ഭയങ്കര കമ്പനിയായി കണ്ടു, ഭയങ്കര ചിരിയും വർത്താനും. അങ്ങനെ ഞങ്ങൾ 1947 എത്തിയിട്ടോ. ആക്ച്വലി ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് 1947. അവരുടെ റൂംസ് വന്നിട്ട് ദി ടൈംസ് എന്നാണ് കേട്ടോ പേര് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറുന്നു. സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറുമാണ് അവർക്ക് റൂംസ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറ് റെസ്റ്റോറൻറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്കിളെ ആൻ്റണിയെ റൂമിലാക്കിയിട്ട് നമ്മളിതാ ഫ്ലാറ്റിലേക്ക് കയറി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, കുളിക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും